കാലങ്ങളായി നമ്മുടെ കാതുകളിൽ പതിക്കുന്ന ഒരു വലിയ അവകാശവാദമുണ്ട്. സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും ബഹുമാനവും നൽകിയ ഇടമാണ് ഇതെന്ന മനോഹരമായ വാചകം. പ്രസംഗവേദികളിലും ചർച്ചകളിലും ഈ ഒരൊറ്റ ചിന്താധാരയെ മുൻനിർത്തി വലിയ കോട്ടകൾ തന്നെ പടുത്തുയർത്തപ്പെടാറുണ്ട്. അന്ധകാരത്തിന്റെ കാലത്തുനിന്നും പെൺകുട്ടികളെ ജീവനോടെ മണ്ണിൽ മൂടിയിരുന്ന ഒരു ക്രൂരമായ വ്യവസ്ഥിതിയിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്തിയത് ഈ പ്രത്യയശാസ്ത്രമാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. സ്വത്തവകാശവും മഹറുമൊക്കെ ഇതിന്റെ വലിയ തെളിവുകളായി നിരത്തപ്പെടാറുമുണ്ട്. എന്നാൽ ഈ കെട്ടിഘോഷിക്കപ്പെടുന്ന മനോഹരമായ കോട്ടയുടെ ഉള്ളറകളിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെന്നാൽ കാണുന്നത് മറ്റൊന്നാണ്. ചരിത്രത്തിന്റെ താളുകളിലോ പ്രസംഗങ്ങളിലോ അല്ല, ഈ ആശയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണങ്ങളിൽ എന്താണ് എഴുതിവച്ചിരിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ സ്ത്രീയുടെ സ്ഥാനം എവിടെയാണ്? അവൾ പുരുഷനൊപ്പം നിൽക്കാൻ യോഗ്യതയുള്ള ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണോ, അതോ എക്കാലവും പുരുഷന്റെ നിഴലിലും കീഴിലും ഒതുങ്ങിക്കഴിയേണ്ട ഒരു രണ്ടാംകിട ജീവിയാണോ? ഈ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ തേടിയാണ് നമ്മുടെ യാത്ര. ആധികാരിക ഗ്രന്ഥങ്ങളിലെ വരികൾക്കിടയിലൂടെയുള്ള ഒരു നിഷ്പക്ഷമായ അന്വേഷണം ഇവിടെ ആരംഭിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന പല കാര്യങ്ങളും ഈ പ്രമാണങ്ങളുടെ ഉള്ളിൽ ഒളിച്ചുവച്ചിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കാനോ ഉള്ള ശ്രമമല്ല ഇത്. മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് രൂപം കൊണ്ട ഒരു ചിന്താധാരയെ ഇന്നത്തെ ആധുനിക മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ വിലയിരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. സ്ത്രീവിരുദ്ധതയുടെയും അസമത്വത്തിന്റെയും വലിയൊരു മലവെള്ളപ്പാച്ചിൽ തന്നെയാണ് ഈ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4-ാം അധ്യായമായ അന്നിസാഹ് എന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് നോക്കാം. സ്ത്രീകൾ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇതിലെ 34-ാം വചനം കൃത്യമായി പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരം നടത്തുന്നവരാണ് എന്നാണ്. അല്ലാഹു ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കിയതുകൊണ്ടും പുരുഷൻ ധനം ചെലവഴിക്കുന്നതുകൊണ്ടുമാണ് ഈ വ്യത്യാസമെന്നും അവിടെ എഴുതിവച്ചിരിക്കുന്നു. അവിടെക്കൊണ്ടും തീരുന്നില്ല. അനുസരണക്കേട് കാണിക്കുമെന്ന് ഭർത്താവ് ഭയപ്പെടുന്ന സ്ത്രീകളെ ആദ്യം ഉപദേശിക്കാനും എന്നിട്ടും വഴങ്ങിയില്ലെങ്കിൽ കിടപ്പറകളിൽ നിന്ന് അകറ്റി നിർത്താനും ഒടുവിൽ അവരെ അടിക്കാനും ഈ വചനം പുരുഷന്മാർക്ക് നേരിട്ട് അനുമതി നൽകുന്നുണ്ട്. ഒരു പരമാധികാരിയായ ദൈവം തന്റെ സൃഷ്ടികളിൽ ഒരു വിഭാഗത്തിന് മറ്റേ വിഭാഗത്തെ ശാരീരികമായി നേരിടാൻ അധികാരം നൽകുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഭാര്യയെ ഭർത്താവിനടിക്കാം എന്ന ഈ വിചിത്രമായ നിയമം പെട്ടെന്നൊരു ദിവസമുണ്ടായതല്ല. ഇതിന് പിന്നിൽ കൃത്യമായൊരു പശ്ചാത്തലമുണ്ട്. അക്കാലത്ത് മദീനയിൽ ജീവിച്ചിരുന്ന സഅദ് എന്ന വ്യക്തി തന്റെ ഭാര്യയായ ഹബീബയെ ഒരു തർക്കത്തിനിടയിൽ മുഖത്തടിച്ചു. തനിക്കുണ്ടായ ഈ അപമാനത്തിൽ മനംനൊന്ത് ഹബീബ തന്റെ പിതാവിനെയും കൂട്ടി പ്രവാചകന്റെ അടുക്കൽ പരാതിയുമായി ചെന്നു. ഭർത്താവ് തന്റെ മകളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതി കേട്ട പ്രവാചകൻ ആദ്യം പറഞ്ഞത് അവൾക്ക് ഭർത്താവിനോട് അതേപടി പ്രതികാരം ചെയ്യാമെന്നായിരുന്നു. തനിക്കുണ്ടായ അനീതിക്ക് നീതി ലഭിച്ച സന്തോഷത്തിൽ ഹബീബയും പിതാവും മടങ്ങാനൊരുങ്ങി. എന്നാൽ അവർ പടിവാതിൽ കടക്കും മുൻപ് പ്രവാചകൻ അവരെ തിരികെ വിളിച്ചു. ആകാശത്തുനിന്നും ജിബ്രീൽ എന്ന മാലാഖ ഒരു പുതിയ സന്ദേശവുമായി എത്തിയിരിക്കുന്നു എന്നായിരുന്നു പ്രഖ്യാപനം. ആ സന്ദേശമാണ് നമ്മൾ നേരത്തെ കണ്ട ആ 34-ാം വചനം. പ്രവാചകൻ സ്വന്തം തീരുമാനത്തിൽ നിന്നും പിന്മാറിക്കൊണ്ടു പറഞ്ഞു, നമ്മളൊന്ന് വിചാരിച്ചു, എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. അതായത് പുരുഷന് സ്ത്രീയുടെ മേൽ പൂർണ്ണ നിയന്ത്രണാധികാരമുണ്ടെന്നും ആവശ്യമെങ്കിൽ അടിക്കാമെന്നുമുള്ള ദൈവവിധി മുൻനിർത്തി ആ സ്ത്രീക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്വാഭാവിക നീതി അവിടെ നിഷേധിക്കപ്പെടുകയായിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രമാണങ്ങൾ കൂടുതൽ പരിശോധിക്കുമ്പോൾ പുരുഷൻ സ്ത്രീയേക്കാൾ ഉയർന്നവനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വാദമാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. പ്രശസ്തമായ വ്യാഖ്യാനങ്ങളിൽ ഇതിനെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുമുണ്ട്. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ പൂർണ്ണമായ മേൽനോട്ട അധികാരം ഉള്ളവരാണെന്നും സ്ത്രീകളുടെ പെരുമാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് അവരുടെ ചുമതലയാണെന്നുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ബുദ്ധിപരമായ കാര്യങ്ങളിലും യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്തുക്കളുടെ വിഭജനത്തിലുമെല്ലാം പുരുഷൻ സ്ത്രീയേക്കാൾ ഒരുപടി മുന്നിലാണെന്ന് ഈ സിദ്ധാന്തങ്ങൾ സമർത്ഥിക്കുന്നു. നല്ലവരായ സ്ത്രീകളെന്നാൽ ഭർത്താക്കന്മാരെ പൂർണ്ണമായി അനുസരിക്കുന്നവരും അവരുടെ അഭാവത്തിൽ സ്വന്തം വ്യക്തിത്വവും ഭർത്താവിന്റെ സമ്പത്തും രഹസ്യമായി കാത്തുസൂക്ഷിക്കുന്നവരുമാണ്. ഒരു സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭർത്താവിന് വെറുതെ ഒരു തോൽവി തോന്നിയാൽ പോലും ആദ്യം അവളെ നല്ല വാക്കുകളിലൂടെ ഉപദേശിക്കാം. എന്നിട്ടും മാറ്റമില്ലെങ്കിൽ കിടപ്പറയിൽ മുഖം തിരിച്ചുകളഞ്ഞ് അകറ്റി നിർത്താം. അതിനും വഴങ്ങുന്നില്ലെങ്കിൽ ശാരീരികമായി നേരിടാം. പുരുഷന്റെ ഈ അധികാരങ്ങളെല്ലാം ദൈവികമായ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണെന്നാണ് ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട നിയമത്തിലേക്ക് കടക്കാം. സ്ത്രീക്ക് പുരുഷനേക്കാൾ ബുദ്ധി കുറവാണെന്ന അർത്ഥം വരുന്ന വരികൾ ഈ പ്രമാണങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയും. 2-ാമത്തെ അധ്യായമായ അൽബഖറയിലെ 282-ാം വചനത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സാമ്പത്തിക ഇടപാടുകളും കടം കൊടുക്കലുമെല്ലാം കൃത്യമായി എഴുതിവെക്കണമെന്നും അതിന് സാക്ഷികൾ വേണമെന്നുമാണ് ഈ ഭാഗത്തിന്റെ ഉള്ളടക്കം. എന്നാൽ ഇവിടെ സാക്ഷികളെ നിശ്ചയിക്കുന്നിടത്താണ് വലിയൊരു വിവേചനം ഒളിച്ചുവച്ചിരിക്കുന്നത്. 2 പുരുഷന്മാരെ സാക്ഷികളാക്കണം എന്നാണ് നിയമം. ഇനി 2 പുരുഷന്മാരെ കിട്ടാനില്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളും സാക്ഷികളാകണം. എന്തിനാണ് ഒരു പുരുഷന് പകരമായി 2 സ്ത്രീകളെ നിശ്ചയിക്കുന്നത് എന്നതിന് ഈ വചനം തന്നെ കൃത്യമായ മറുപടി നൽകുന്നുണ്ട്.
ഒരു സ്ത്രീക്ക് എപ്പോഴെങ്കിലും ഓർമ്മപ്പിശകോ തെറ്റോ സംഭവിച്ചാൽ കൂടെയുള്ള മറ്റേ സ്ത്രീക്ക് അത് ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഏർപ്പാട്. അതായത് പുരുഷന്മാർക്ക് മറവിയോ പിഴവോ സംഭവിക്കില്ലെന്നും സ്ത്രീകൾക്ക് എപ്പോഴും ഓർമ്മ തെറ്റുമെന്നുമാണ് ഇതിലൂടെ സ്ഥാപിക്കുന്നത്. ചുരുക്കത്തിൽ ബുദ്ധിയുടെയും പ്രാപ്തിയുടെയും കാര്യത്തിൽ ഒരു പുരുഷനെന്നത് 2 സ്ത്രീകൾക്ക് തുല്യമാണെന്ന വിചിത്രമായ സമവാക്യമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രശസ്തമായ മതവ്യാഖ്യാനങ്ങളിൽ ഈ സാക്ഷിനിയമത്തെ ന്യായീകരിക്കാൻ പണ്ഡിതന്മാർ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇടപാടുകളുടെ കാര്യത്തിൽ സ്ത്രീകൾ മാത്രം സാക്ഷികളായാൽ പോരെന്നാണ് ഇവരുടെ പക്ഷം. ഒരു പുരുഷന്റെ സ്ഥാനത്ത് 2 സ്ത്രീകൾ വേണമെന്ന് അല്ലാഹു നിശ്ചയിച്ചതിന് കാരണം സ്ത്രീക്ക് പൊതുവെ ഓർമ്മക്കുറവും പിഴവുകളും സംഭവിക്കാൻ സാധ്യത കൂടുതലാണെന്നതാണത്രേ. എന്നാൽ ഈയൊരു ചിന്താഗതി ഇവിടെയും അവസാനിക്കുന്നില്ല. പ്രവാചകന്റെ ഒരു പ്രശസ്തമായ വചനത്തിലേക്ക് നോക്കിയാൽ ഈ വിവേചനം കൂടുതൽ വ്യക്തമാകും. ഒരിക്കൽ സ്ത്രീകളുടെ ഒരു സദസ്സിൽ വെച്ച് പ്രവാചകൻ അവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നും പാപമോചനം തേടണമെന്നുമാണ്. കാരണം തനിക്ക് കാണിച്ചു തന്ന നരകത്തിലെ ദൃശ്യങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ കാരണം തിരക്കിയ ഒരു സ്ത്രീയോട് പ്രവാചകൻ മറുപടി നൽകിയത് നിങ്ങൾക്ക് ബുദ്ധിയും മതബോധവും കുറവായതുകൊണ്ടാണ് എന്നാണ്. എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ബുദ്ധിയിൽ കുറവുണ്ടെന്ന് പറയുന്നതെന്ന് അവർ വീണ്ടും ചോദിച്ചപ്പോൾ 2 സ്ത്രീകളുടെ സാക്ഷ്യം ഒരു പുരുഷന് തുല്യമാക്കിയത് അവളുടെ ബുദ്ധിക്കുറവുകൊണ്ടല്ലേ എന്നായിരുന്നു പ്രവാചകന്റെ മറുചോദ്യം. ഇതിനോടൊപ്പം സ്ത്രീകളുടെ മതബോധത്തിൽ കുറവുണ്ടെന്ന് പറയുന്നതിനും പ്രവാചകൻ ഒരു കാരണം നിരത്തുന്നുണ്ട്. പ്രകൃതി സഹജമായ ശാരീരിക അവസ്ഥകൾ കാരണം സ്ത്രീകൾക്ക് ചില ദിവസങ്ങളിൽ പ്രാർത്ഥനകളും നോമ്പും ഉപേക്ഷിക്കേണ്ടി വരാറുണ്ട്. ഈയൊരു സ്വാഭാവികമായ അവസ്ഥയെയാണ് അവളുടെ മതത്തിലുള്ള കുറവായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. തികച്ചും ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നത് സ്ത്രീക്ക് ബുദ്ധിയും ദീനും കുറവാണെന്ന് അല്ലാഹുവും പ്രവാചകനും ഒരേപോലെ സമർത്ഥിക്കുന്നു എന്നാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു അടിസ്ഥാന ചോദ്യമുണ്ട്. സ്ത്രീക്ക് ബുദ്ധി കുറവാണെങ്കിൽ അത് അവളുടെ കുറ്റമാണോ അതോ അവളെ അങ്ങനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കുറ്റമാണോ? ഇനി നമുക്ക് സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന നിയമത്തിലേക്ക് കടക്കാം. 4-ാം അധ്യായത്തിലെ 11-ാം വചനപ്രകാരം സ്വത്തവകാശത്തിന്റെ കാര്യത്തിലും സ്ത്രീക്ക് വലിയൊരു വിവേചനം നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു പുരുഷന് ലഭിക്കുന്ന സ്വത്ത് എന്നത് 2 സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഓഹരിക്ക് തുല്യമായിരിക്കുമെന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത്. അതായത് കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ പുരുഷന് കിട്ടുന്നതിന്റെ പകുതി മാത്രമായിരിക്കും പെൺകുട്ടികൾക്ക് ലഭിക്കുക. പണ്ഡിതന്മാർ ഈ സ്വത്ത് വിഭജന നിയമത്തെയും പല രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുറത്തെ കാര്യങ്ങൾ നോക്കുന്നതും കുടുംബത്തിന്റെ ചിലവുകൾ വഹിക്കുന്നതും പുരുഷനായതുകൊണ്ടാണ് അവന് ഇരട്ടി വിഹിതം നൽകിയിരിക്കുന്നത് എന്നാണ് ഇവരുടെ വാദം. എന്നാൽ 7-ാം നൂറ്റാണ്ടിലെ അറബി ഗോത്രജീവിതത്തിന് മാത്രം അനുയോജ്യമായ ഒന്നായിരുന്നു ഈ വ്യവസ്ഥിതി. ഇന്നത്തെ ആധുനിക കാലത്ത് പുരുഷന്മാർ മാത്രമല്ല കുടുംബം നോക്കുന്നത്. സ്വന്തമായി ജോലിക്ക് പോവുകയും മാതാപിതാക്കളെ പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന എത്രയോ സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. കാലം മാറുമ്പോൾ മാറാത്ത ഇത്തരം നിയമങ്ങളിൽ യാതൊരുവിധ ദൈവികതയുമില്ലെന്ന് വ്യക്തം. ഇതിനേക്കാൾ വിചിത്രമായ മറ്റൊരു വചനം ഖുർആനിലെ 2-ാം അധ്യായത്തിലുണ്ട്. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്, അതിനാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ പ്രവേശിക്കാം എന്നാണ് ഈ വചനത്തിൽ എഴുതിവച്ചിരിക്കുന്നത്. ഈയൊരു വരിയിലൂടെ സ്ത്രീയെ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ടല്ല, പകരം പുരുഷന് എപ്പോൾ വേണമെങ്കിലും ആസ്വദിക്കാനുള്ള ഒരു വെറും ഭോഗവസ്തുവായിട്ടാണ് പ്രമാണം ചിത്രീകരിക്കുന്നത്. സ്ത്രീയുടെ താൽപ്പര്യങ്ങൾക്കോ അവളുടെ സമ്മതത്തിനോ ഇവിടെ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഈയൊരു വചനം രൂപപ്പെടാനിടയായ സാഹചര്യവും തികച്ചും വിചിത്രമാണ്. ആർത്തവകാലത്ത് സ്ത്രീകളെ പൂർണ്ണമായി അകറ്റി നിർത്തിയിരുന്ന യഹൂദന്മാരുടെ ആചാരങ്ങളെക്കുറിച്ച് സ്വഹാബികൾ പ്രവാചകനോട് സംശയം ചോദിച്ചപ്പോഴാണ് ഈ നിയമം ഉണ്ടാകുന്നത്. ലൈംഗിക ബന്ധം ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും ആ സമയത്താകാമെന്ന് പ്രവാചകൻ വ്യക്തമാക്കി. ഇതിനു പിന്നാലെ അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന മറ്റൊരു അന്ധവിശ്വാസത്തെയും ഈ വചനം തിരുത്തുന്നുണ്ട്. പ്രത്യേക രീതികളിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ ജനിക്കുന്ന കുട്ടികൾക്ക് കോങ്കണ്ണുണ്ടാകുമെന്നൊരു ധാരണ അക്കാലത്തുണ്ടായിരുന്നു. ഇതുമൂലം സ്ത്രീകൾ പലവിധത്തിലുള്ള താൽപ്പര്യങ്ങൾക്കും വിസമ്മതിച്ചു. ഈ ഘട്ടത്തിലാണ് സ്ത്രീകൾ പുരുഷന്മാരുടെ കൃഷിയിടമാണെന്നും അതിലേക്ക് എങ്ങനെ പ്രവേശിക്കണമെന്നത് പുരുഷന്റെ മാത്രം തീരുമാനമാണെന്നുമുള്ള പ്രഖ്യാപനമുണ്ടാകുന്നത്. പണ്ഡിതന്മാർ ഇതിനെ വലിയൊരു തത്വമായിട്ടാണ് ഉയർത്തിക്കാട്ടുന്നത്. കൃഷിയിടത്തിൽ നിന്നും നല്ല വിളവ് പ്രതീക്ഷിക്കുന്നതുപോലെ സ്ത്രീകളിൽ നിന്നും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ ബന്ധത്തിന്റെ ലക്ഷ്യമെന്ന് അവർ സമർത്ഥിക്കുന്നു. ചുരുക്കത്തിൽ സ്ത്രീയുടെ ശരീരത്തിന്മേൽ പുരുഷന് പൂർണ്ണമായ അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുകയാണ് ഈ നിയമങ്ങളിലൂടെ ചെയ്യുന്നത്. ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിൽ സ്ത്രീയുടെ സമ്മതത്തിനോ മൂഡിനോ യാതൊരുവിധ പ്രാധാന്യവുമില്ലെന്ന് വ്യക്തമാക്കുന്ന നിരവധി പ്രവാചക വചനങ്ങൾ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഇനിയും കാണാം. അതിലൊന്നിൽ പറയുന്നത്, ഒരു പുരുഷൻ തന്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവൾ വരാൻ വിസമ്മതിച്ചാൽ പ്രഭാതം വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. മറ്റൊരു വചനത്തിൽ ഭർത്താവിന്റെ അനുവാദമില്ലാതെ കിടക്കവിട്ട് മാറി നിൽക്കുന്ന സ്ത്രീ തിരികെ വരുന്നതുവരെ മാലാഖമാരുടെ ശാപം അവൾക്കുമേൽ ഉണ്ടായിരിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളോ മാനസികമായ താൽപ്പര്യക്കുറവോ ഉണ്ടെങ്കിൽ പോലും അവൾ പുരുഷന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കണം എന്നാണ് ഈ നിയമങ്ങൾ നിർബന്ധം പിടിക്കുന്നത്. പാചകം ചെയ്തുകൊണ്ട് അടുപ്പിനടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഭർത്താവ് വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവൾ ചെന്നിരിക്കണം.
ഈ പ്രമാണങ്ങളിലൊന്നും സ്ത്രീയെ സ്വന്തമായി വികാരങ്ങളും തീരുമാനങ്ങളുമുള്ള ഒരു മനുഷ്യനായി പരിഗണിക്കുന്നതേയില്ല. പുരുഷന്റെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ അല്ലാഹു ചില മലക്കുകളെ ശപിക്കാൻ വേണ്ടി മാത്രം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന വിചിത്രമായ ചിന്തയാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു പ്രശസ്തമായ ചരിത്ര സംഭവം നോക്കിയാൽ ഈ ഭർത്താക്കന്മാരോടുള്ള അനുസരണത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരിക്കൽ ഷാമിൽ നിന്നും മടങ്ങിയെത്തിയ മുആദ് എന്ന സ്വഹാബി പ്രവാചകനെ കണ്ടമാത്രയിൽ നിലത്തു വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ വിചിത്രമായ പ്രവൃത്തി കണ്ട പ്രവാചകൻ ഇതിന്റെ കാരണം തിരക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഷാമിലെ ജനങ്ങൾ അവരുടെ നേതാക്കന്മാരെ ഇത്തരത്തിൽ വണങ്ങുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് അങ്ങയെയും അങ്ങനെ ബഹുമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്നാൽ പ്രവാചകൻ അതിനെ വിലക്കിക്കൊണ്ട് പറഞ്ഞ മറുപടി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു. അല്ലാഹുവല്ലാത്ത മറ്റൊരാളെ വണങ്ങാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ വണങ്ങാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോടുള്ള കടമകൾ പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ അവൾക്ക് ദൈവത്തോടുള്ള കടമകൾ പോലും പൂർത്തിയാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവൾ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ഭർത്താവ് ആവശ്യപ്പെട്ടാൽ അത് നിരസിക്കാൻ അവൾക്ക് അവകാശമില്ല. സ്ത്രീയുടെ വ്യക്തിത്വത്തെയും അന്തസ്സിനെയും പുരുഷന്റെ പാദത്തിനടിയിൽ കെട്ടിയിടുന്ന വരികളാണ് ഇതെല്ലാം. ഇനി നമുക്ക് മറ്റൊരു നിയമത്തിലേക്ക് കടക്കാം. 4-ാം അധ്യായത്തിലെ 24-ാം വചനം പറയുന്നത് യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ചാണ്. സാധാരണ നിലയിൽ വിവാഹിതരായ സ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് വലിയ തെറ്റായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ യുദ്ധരംഗത്ത് ശത്രുക്കളിൽ നിന്നും പിടിച്ചെടുക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഈ നിയമം ബാധകമല്ലെന്നാണ് ഈ വചനം വ്യക്തമാക്കുന്നത്. അവർക്ക് ഭർത്താക്കന്മാർ ജീവനോടെ ഉണ്ടെങ്കിൽ പോലും അവരെ സ്വന്തമാക്കുന്ന യജമാനന്മാർക്ക് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രമാണം പൂർണ്ണ അനുമതി നൽകുന്നു. ഔത്താസ് യുദ്ധത്തിൽ ഒരു കൂട്ടം സ്ത്രീകൾ തടവുകാരായി പിടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നിയമം ഉണ്ടായത്. പിടിക്കപ്പെട്ട സ്ത്രീകളുടെ ഭർത്താക്കന്മാർ കൂടെയുള്ളതുകൊണ്ട് അവരുമായി അടുക്കാൻ സ്വഹാബികൾക്ക് വലിയ മടിയുണ്ടായിരുന്നു. അവർ തങ്ങളുടെ പ്രയാസം പ്രവാചകനെ അറിയിച്ചപ്പോഴാണ് ഈ പ്രത്യേക വചനം അവതരിക്കുന്നത്. ഈ നിയമപ്രകാരം യജമാനന് ആ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കാമെന്നും അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ ലഭിക്കുമെന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. സ്വന്തം നാടും കുടുംബവും നഷ്ടപ്പെട്ട് അടിമകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ മാനുഷികമായ അവകാശങ്ങളെ ഇത്രമേൽ വിലകുറച്ചു കാണുന്ന മറ്റൊരു നിയമം വേറെയുണ്ടാകുമോ? ഇനി നമ്മൾ നോക്കേണ്ടത് വിവാഹമോചനത്തിന് ശേഷമുള്ള സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഈ പ്രമാണങ്ങളിൽ ഇദ്ദ എന്ന് പറയുന്നൊരു പ്രത്യേക കാത്തിരിപ്പ് കാലയളവിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഭർത്താവ് മരിക്കുകയോ വിവാഹമോചനം നടക്കുകയോ ചെയ്താൽ സ്ത്രീകൾ അടുത്ത വിവാഹത്തിനു മുൻപ് നിർബന്ധമായും ഒരു നിശ്ചിത സമയം കാത്തിരിക്കണം. 65-ാം അധ്യായമായ സൂറത്ത് ത്വലാഖിലെ 4-ാം വചനത്തിലാണ് ഇതിന്റെ നിയമങ്ങളുള്ളത്. ആർത്തവം നിലച്ചുപോയ പ്രായമായ സ്ത്രീകൾക്ക് 3 മാസമാണ് ഈ കാലാവധി. എന്നാൽ ഈ വചനത്തിൽ മറ്റൊരു ക്രൂരമായ യാഥാർത്ഥ്യം കൂടി ഒളിച്ചുവെച്ചിട്ടുണ്ട്. ആർത്തവം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തവർക്കും 3 മാസം തന്നെയാണ് ഇദ്ദ കാലയളവ് എന്ന് ഈ വരികളിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ആർത്തവം ആരംഭിക്കാത്ത പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികളെപ്പോലും വിവാഹം കഴിക്കാനും അവരെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം വിവാഹമോചനം നടത്താനും ഈ വ്യവസ്ഥിതി പൂർണ്ണ അനുവാദം നൽകുന്നുണ്ടെന്ന് ക്ലാസിക്കൽ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കുട്ടിക്കാലത്തിന്റെ നിഷ്കളങ്കതയിൽ കഴിയേണ്ട പ്രായത്തിൽ അവരെ വിവാഹക്കമ്പോളത്തിലെ ഒരു വസ്തുവായി മാറ്റാൻ ദൈവത്തിന്റെ പേരിൽ നിയമമുണ്ടാക്കിയിരിക്കുന്നു. മദീനയിലെ ചില സ്ത്രീകൾക്കുണ്ടായ ഒരു സംശയത്തിന് മറുപടിയായാണ് ഈ വചനമുണ്ടായതെന്ന് ചരിത്രരേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവാഹമോചിതരായ സ്ത്രീകളുടെ കാത്തിരിപ്പ് കാലത്തെക്കുറിച്ച് മറ്റ് വചനങ്ങൾ വന്നപ്പോൾ ആർത്തവം പറ്റിയ പ്രായമായവരുടെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രായക്കുറവ് കാരണം ഇതുവരെ ആർത്തവം എന്താണെന്ന് അറിയാത്ത കൊച്ചുകുട്ടികളുടെ കാര്യത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പ്രവാചകനോട് ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഈ നിയമം വരുന്നത്. പ്രശസ്തമായ ജലാലൈനി തഫ്സീറിലും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചുറപ്പിക്കുന്നുണ്ട്. ചെറുപ്പം കാരണം ആർത്തവചക്രം ആരംഭിച്ചിട്ടില്ലാത്ത പെൺകുട്ടികൾക്കും 3 മാസത്തെ ഇദ്ദ കാലാവധി നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ അടിവരയിട്ടു പറയുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ആധുനിക സമൂഹം കടുത്ത കുറ്റകൃത്യമായി കാണുന്ന ബാലവിവാഹത്തെ 7-ാം നൂറ്റാണ്ടിലെ ആ ഗോത്രനിയമങ്ങൾ തികച്ചും സ്വാഭാവികമായ ഒന്നായിട്ടാണ് കണ്ടിരുന്നത് എന്നാണ്. യുഗങ്ങൾക്കും കാലങ്ങൾക്കും അതീതമെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയിലാണ് ഈ വക കാര്യങ്ങളെല്ലാം ദൈവീക നിയമങ്ങളായി ഇന്നും നിലനിൽക്കുന്നത്. ഈയൊരു ചിന്താധാരയിൽ നിന്നും നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. സ്ത്രീക്ക് സർവ്വസ്വാതന്ത്ര്യവും നൽകിയെന്ന് കെട്ടിഘോഷിക്കുന്ന പല നിയമങ്ങളും യഥാർത്ഥത്തിൽ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ഗോത്രവ്യവസ്ഥിതിയുടെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. അക്കാലത്തെ പുരുഷാധിപത്യ ചിന്തകൾക്കും ആവശ്യങ്ങൾക്കുമനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്ത ഇത്തരം വചനങ്ങളെ ഇന്നും മാറ്റമില്ലാത്ത ദൈവീക നിയമങ്ങളായി ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശങ്ങളെയും അന്തസ്സിനെയും ഹനിക്കുന്ന ഇത്തരം ആശയങ്ങളെ വിമർശനാത്മകമായി കാണാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലുണ്ടായ ഗോത്രനിയമങ്ങളെ ആധുനിക മൂല്യങ്ങളുമായി കൂട്ടിയിണക്കാൻ ശ്രമിക്കുമ്പോഴാണ് വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നത്.
ഈ പ്രമാണങ്ങളിലെ വരികൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ സമാധാനത്തിന്റെയോ സമത്വത്തിന്റെയോ ലക്ഷണങ്ങളല്ല, മറിച്ച് കടുത്ത സ്ത്രീവിരുദ്ധതയുടെ വ്യക്തമായ തെളിവുകളാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. ഇത്രയുമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് ചരിത്രപ്രമാണങ്ങളിലെ ഈ വരികളെയും നിയമങ്ങളെയും കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ ആധുനിക കാലഘട്ടത്തിലും ഇത്തരം ചിന്താഗതികൾ മാറാതെ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.